ഹായ് കൂട്ടുകാരെ, ഏവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുകയാണല്ലോ. ഈ ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. എന്നാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. അടുത്ത ചോദ്യം, ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ്? 1996 മുതൽ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര്? കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര്? പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കരാണ് കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അടുത്ത ചോദ്യം, വായനാ വാരം എന്നു മുതൽ എന്നുവരെയാണ്? ജൂൺ 19 മുതൽ 25 വരെ. ആരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്? പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, പി.എൻ. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? 2004. പി.എൻ. പണിക്കരുടെ മുഴുവൻ പേര്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. ഏത് വായനശാല ആരംഭിച്ചാണ് പി.എൻ. പണിക്കർ ഗ്രന്ഥശാലാ പ്രസ്ഥാനം ആരംഭിച്ചത്? സനാതന ധർമ്മം. പി.എൻ. പണിക്കർ ജനിച്ചത് എവിടെ? നീലംപേരൂരിൽ. നീലംപേരൂർ ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ് നീലംപേരൂർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പി.എൻ. പണിക്കർ ജനിച്ചത് എന്ന്? 1909 മാർച്ച് 1 അദ്ദേഹം ജനിച്ചത്. അടുത്ത ചോദ്യം, കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത്? അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. പി.എൻ. പണിക്കർ മരിച്ചത് എന്ന്? 1995 ജൂൺ 19 അദ്ദേഹം മരണമടഞ്ഞത്. ആ ദിവസമാണ് നാം വായനാ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. പി.എൻ. പണിക്കരുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്, അച്ഛൻ്റെ പേര് ഗോവിന്ദപിള്ള എന്നും അമ്മയുടെ പേര് ജാനകിയമ്മ എന്നുമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ലോക പുസ്തക തലസ്ഥാനമായി 2025 യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഏതാണ്?
റിയോ ഡി ജനീറോ നഗരമാണ്. ഇത് ബ്രസീലിലാണ്. ബുക്കർ പ്രൈസ് നൽകുന്നത് ഏത് രംഗത്താണ്? സാഹിത്യരംഗത്ത്. വായനാ ദിനം എന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വായനയുടെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നൽകിയ വർഷം ഏത്? 1993 ആദ്യം നൽകിയത്. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? കോട്ടയമാണ് അക്ഷരനഗരം എന്നറിയപ്പെടുന്ന സ്ഥലം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണെന്നാണ് ഉത്തരം. അവകാശികൾ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ഏത്? ബാലാമണിയമ്മ. വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിജ്ഞാനവും വിനോദവുമേകുന്ന പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.